18 വർഷങ്ങൾക്കിപ്പുറവും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന മോഹൻലാൽ മാജിക്കും അൻവർ റഷീദ് സംവിധാനവും ഒത്തുചേർന്ന ഛോട്ടാ മുംബൈ ഇപ്പോൾ 4K ഡോൾബി അറ്റ്മോസ് സാങ്കേതിക വിദ്യയുടെ പുത്തൻ മിഴിവിൽ തിയേറ്ററുകളിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ൽ പുറത്തിറങ്ങിയ ഈ ആക്ഷൻ കോമഡി ചിത്രം വർഷങ്ങൾക്കിപ്പുറവും അതിന്റെ എന്റർടൈൻമെന്റ് മൂല്യം ഒട്ടും ചോരാതെ കാത്തു സൂക്ഷിക്കുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല. ചിത്രത്തിലെ തമാശകളും ആക്ഷൻ രംഗങ്ങളും പാട്ടുകളും ഇന്നും പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്നതാണ്. കൊച്ചിയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഈ ചിത്രത്തിലെ മോഹൻലാലിന്റെ വാസ്കോഡ ഗാമ എന്ന കഥാപാത്രവും കൂട്ടുകാരും വീണ്ടും തിയേറ്ററുകൾ കീഴടക്കുകയാണ്. വർഷങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഛോട്ടാ മുംബൈ റിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ ആ ആഗ്രഹം സഫലമായി. മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായ മെയ് 21 റിലീസ് പ്രഖ്യാപിച്ചെങ്കിലും തുടരുമെന്ന പുതിയ ചിത്രം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടുന്നതിനാൽ റിലീസ് തീയതി പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. ഇപ്പോഴിത് ആരാധകരുടെ ആവേശം അണപ്പൊട്ടിച്ചുകൊണ്ട് ചിത്രം 4K ഡോൾബി അറ്റ്മോസ് നിലവാരത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. റിലീസിനെ കുറിച്ച് സാക്ഷാൽ മോഹൻലാൽ തന്നെ ഒരു വീഡിയോ സന്ദേശം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് താനും മണിയൻപിള്ള രാജുവും അൻവർ റഷീദും ഒന്നിച്ച് ഒരു ആക്ഷൻ കോമഡി സിനിമ ചെയ്തിരുന്നു. അതാണ് ഛോട്ടാ മുംബൈ. 18 വർഷങ്ങൾക്ക് ശേഷം ഛോട്ടാ മുംബൈ പുതിയ ഭാവത്തിലും രൂപത്തിലും നിങ്ങൾക്ക് മുന്നിലെത്തുകയാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ തിയേറ്റർ അനുഭവം സിനിമ നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് കാണാം ഛോട്ടാ മുംബൈ എന്നാണ് മോഹൻലാൽ അന്ന് പറഞ്ഞത്. ഛോട്ടാ മുംബൈയുടെ റിലീസ് തിയേറ്ററുകളിൽ ഒരു വലിയ ഉത്സവ പ്രതീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആദ്യ ദിനം 40 ലക്ഷം രൂപയുടെ ഓപ്പണിംഗ് കളക്ഷൻ നേടിയ ചിത്രം രണ്ടാം ദിനത്തിൽ 78 ലക്ഷം രൂപയും ഞായറാഴ്ച മാത്രം കേരളത്തിൽ നിന്ന് 70 ലക്ഷം രൂപയും നേടിയിട്ടുണ്ട്. മലയാളം റിലീസ് ചിത്രങ്ങളുടെ കളക്ഷനിൽ ഇത് പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ 3 ദിവസത്തിനുള്ളിൽ ചിത്രം 1.90 കോടി രൂപ നേടിയിട്ടുണ്ട്. നിലവിൽ മലയാളത്തിലെ റിലീസ് ചിത്രങ്ങളിൽ മോഹൻലാലിന്റെ തന്നെ സ്ഫടികം, മണിച്ചിത്രത്താഴ് എന്നിവയ്ക്ക് പിന്നിൽ 3-ാം സ്ഥാനത്താണ് ഛോട്ടാ മുംബൈ ഉള്ളത്. വല്യേട്ടൻ, ദേവദൂതൻ തുടങ്ങിയ ചിത്രങ്ങളെ പിന്നിലാക്കിയാണ് ഛോട്ടാ മുംബൈയുടെ ഈ മുന്നേറ്റം. ചിത്രത്തിലെ പാട്ടുകൾക്ക് തിയേറ്ററിനുള്ളിലെ നൃത്തം ചെയ്യുന്ന പ്രേക്ഷകരുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. ടിക്കറ്റ് വിൽപ്പനയിലും ഛോട്ടാ മുംബൈ ട്രെൻഡിംഗ് ആണ്. ബെന്നി പി നായരമ്പലത്തിന്റെ തിരക്കഥയിൽ അൻവർ റഷീദ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് രാഹുൽ രാജാണ് സംഗീതമൊരുക്കിയത്. മോഹൻലാലിനോടൊപ്പം ഭാവന, കലാഭവൻ മണി, വിനായകൻ, ജഗതി ശ്രീകുമാർ, രാജൻ വി ദേവ്, സിദ്ദിഖ്, ബിജുക്കുട്ടൻ, മണിക്കുട്ടൻ, സായി കുമാർ, ഷക്കീല തുടങ്ങിയൊരു വലിയ താരനിരയും ചിത്രത്തിൽ അണിനിരന്നിരുന്നു. മണിയൻപിള്ള രാജുവാണ് ഈ ചിത്രം നിർമ്മിച്ചത്. അതേസമയം ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്ത് ഛോട്ടാ മുംബൈ റിലീസിംഗിന് ഒരുങ്ങുകയാണ്. UK, അയർലൻഡ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ഈ മാസം 27-ന് പ്രദർശനം ആരംഭിക്കും.
കൂടാതെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, നോർത്ത് അമേരിക്ക എന്നിവിടങ്ങളിലും ചിത്രം ഉടൻ എത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 18 വർഷങ്ങൾക്കിപ്പുറവും പ്രേക്ഷകരെ ഇത്രയധികം ആവേശം കൊള്ളിക്കുന്ന ഛോട്ടാ മുംബൈ ശരിക്കും ഒരു വിസ്മയം തന്നെയാണ്.